തൃപ്പൂണിത്തുറ പുതിയകാവ് വെടിക്കെട്ട് അപകടത്തിന്റെ തീവ്രത വെളിവാക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ചില്ലുകളടക്കം തകരുന്നതും വീട്ടുകാർ പരിഭ്രാന്തരായി ഓടുന്നതുമാണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. നാല് ദിവസം മുമ്പുണ്ടായ തൃപ്പൂണിത്തുറ സ്ഫോടനത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. കണ്ടിരിക്കാൻ പോലും നമുക്ക് ആകുന്നില്ല. അപ്പോൾ അനുഭവിച്ചിട്ടുള്ള കാര്യം പറയേണ്ടതില്ലല്ലോ. രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്നും എത്ര ദൂരമുണ്ട് ഈ വീടുകൾക്ക്? എത്രത്തോളം നാശനഷ്ടം സംഭവിച്ചു എന്ന ദൃശ്യങ്ങളിലൂടെ നമുക്ക് വീണ്ടും കാണേണ്ടി വരികയാണ്. രാഗിൻ. പ്രജീഷ്, കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. അതായത് തൃപ്പൂണിത്തുറ പുതിയകാവിലുണ്ടായ ഈ വെടിക്കെട്ട് അപകടം അത് എത്രത്തോളം ഭീകരമായിരുന്നു എന്ന് വെളിവാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ആ സ്ഥലത്തിന് ഏകദേശം ചുറ്റളവിലുള്ള വീടുകളിലെ ദൃശ്യങ്ങളാണിത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് പല വീടുകളുടെയും ചില്ലുകൾ തകരുന്നു, വീടുകളുടെ കോൺക്രീറ്റ് ഭിത്തികളടക്കം തകരുന്നു. അതോടൊപ്പം തന്നെ ഈ ആളുകൾ, വീട്ടിലുണ്ടായിരുന്നവർ പരിഭ്രാന്തരായി പുറത്തേക്ക് വരുന്നു. അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ആദ്യഘട്ടത്തിൽ മനസ്സിലാകുന്നില്ല. അതിൻ്റെ ആ ഒരു പരിഭ്രാന്തി അടക്കം ആ ദൃശ്യങ്ങളിൽ അവരുടെ മുഖത്ത് പ്രകടമാണ്. അതിനുശേഷം ഇത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ തന്നെ അവർ ഏറെ ഒന്ന് പ്രയാസപ്പെട്ടു. ആദ്യഘട്ടത്തിൽ വലിയ നടുക്കുന്ന ഒരു സ്ഥിതിയാണ് പ്രത്യേകിച്ചും തൃപ്പൂണിത്തുറ പുതിയകാവ് ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭീതി നിന്ന് ഇപ്പോഴും അവർ വിട്ടുമാറിയിട്ടില്ല. മാത്രമല്ല, അവർക്കൊക്കെ തന്നെ അവിടെ താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം വീടുകൾക്ക് ബലക്ഷയം ഉണ്ടായിട്ടുണ്ട്. വീടുകളിൽ താമസിക്കാൻ കഴിയില്ല. പിന്നീട് തന്നെ ഈ ഓരോ ഭിത്തിയും ഓടും ഒക്കെ പൊട്ടി താഴേക്ക് വീഴുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ അനുമതി ഇല്ലാതെയാണ് ഇത് അവിടേക്ക് കൊണ്ടുവന്നത് എന്ന് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ എത്രയധികം വസ്തുക്കളാണ് ഇത്തരത്തിൽ, ഈ കരിമരുന്ന് വസ്തുക്കളാണ് ഇത്തരത്തിൽ കൊണ്ടുവന്നത് എന്നതിൻ്റെ ഒരു വ്യാപ്തിയാണ് ഇതിലൂടെ വെളിവാകാൻ കഴിയുന്നത്. മാത്രമല്ല, പലർക്കും ഇതിൻ്റെ ഒരു ശബ്ദമടക്കം അതിൻ്റെ ഒരു തീവ്രതയൊക്കെ കണ്ടതുകൊണ്ട് പലർക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളടക്കം ഇപ്പോഴും നിലനിൽക്കുകയാണ്. പലരും ആശുപത്രിയിലുണ്ട്. ഇനി ശാരീരികമായിട്ടുള്ള വേദനകളോ ബുദ്ധിമുട്ടുകളോ ഇല്ലെങ്കിലും അത് ഉണ്ടാക്കിയ മാനസിക ആഘാതവും വളരെ വലുതാണ്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഏകദേശം ഈ സംഭവം നടക്കുന്നതിന് ഏറെ ദൂരം അപ്പുറത്തുള്ള പല വീടുകളും ഇതിലുണ്ട്. അപ്പോൾ എത്രത്തോളം ദൂരം ഇതിൻ്റെ വ്യാപ്തി പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. എന്തായാലും ഇതടക്കം വളരെ
ഗൗരവത്തോടു കൂടി കാണേണ്ടതും പരിഹരിക്കേണ്ടതുമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. കാരണം ഇനിയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കണം, അതിന് ശക്തമായിട്ടുള്ള ആ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുകയും വേണം. ഇന്നിപ്പോൾ മറ്റ് ചില ഇടങ്ങളിൽ ഇത്തരത്തിൽ വെടിക്കെട്ടിനുള്ള അനുമതിയടക്കം നിഷേധിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ഈ സംഭവത്തിൻ്റെ ആ ഒരു ചൂട് ആറിക്കഴിയുമ്പോൾ ഇതെല്ലാം പഴയപടിയാകുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇതടക്കം ഈ സംഭവമെങ്കിലും നമ്മുടെ ആ ദൃശ്യങ്ങൾ എത്രത്തോളം പ്രകമ്പനം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. കാരണം അടപടലം കുലുങ്ങുകയാണ്, അങ്ങ് തകരുകയാണ്, വിണ്ട് കീറപ്പെടുകയാണ്. അപ്പോൾ ഈ വീടുകളുടെയൊക്കെ അവസ്ഥ, നേരായി കാണപ്പെടുന്ന വീടുകൾ പോലും ഒരുപക്ഷെ അതിൻ്റെ അടിത്തറ പോലും ക്ഷതമേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പല്ലേ? അങ്ങനെ ഈ ആഘാതമേറ്റ വീടുകളുടെ എണ്ണമൊക്കെ കൃത്യമായ കണക്കുകൾക്ക് അപ്പുറത്തേക്ക് വരുന്നുണ്ടോ? മജിസ്ട്രേറ്റ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ പലരും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സമ്പാദ്യമടക്കം നൽകിക്കൊണ്ട് വച്ച വീടുകളാണ്, പലരും ലോൺ എടുത്ത് വച്ച വീടുകളാണ്. അങ്ങനെ കെട്ടി ഉയർത്തിയ വീടുകൾ അതൊക്കെ ഒരു ക്ഷണനേരം കൊണ്ട് പൊട്ടിത്തകരുന്ന കാഴ്ച, അതവർക്കുണ്ടാകുന്ന ആഘാതം, അതോടൊപ്പം തന്നെ അവർക്കിനിയുള്ള ഭാവി ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതടക്കം ഒരു ചോദ്യചിഹ്നമാണ്. കാരണം ഇപ്പോഴും പലരും മറ്റ് ബന്ധുവീടുകളിലുമൊക്കെയാണ് താമസിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പല വീടുകളും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. മാത്രമല്ല ഇനി ആ തകർന്ന ഭാഗം മാത്രം നേരെയാക്കിയാൽ പോലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിത്തറയ്ക്കടക്കം ഇളക്കം തട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധനയടക്കം ഇക്കാര്യത്തിൽ ആവശ്യമായിട്ടുമുണ്ട്. ഇതിൽ നഷ്ടപരിഹാരം എന്നതടക്കമുള്ള കാര്യങ്ങൾ അത് ജില്ലാ കളക്ടർ അടക്കം ഇന്ന് ചർച്ച ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും അതൊന്നും നമുക്കറിയാം വേഗത്തിൽ നടപ്പാകുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി പെട്ടെന്ന് തന്നെ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കയറിക്കിടക്കാൻ പോലും ഇന്ന് ആ വീടുകളിൽ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. ഈ സ്ഫോടനം ഉണ്ടാക്കിയ ആഘാതവും അവർക്ക് വലുതാണ്. ആ ദൃശ്യങ്ങൾ തന്നെ അതിൻ്റെ ഒരു ഭീകരത, അതിൻ്റെ ഒരു തീവ്രത വളരെ വലുതായി വെളിവാക്കി തരുന്നതുമാണ്.